ഹായ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വലിയ ലെങ്തി ഒന്നല്ല, ഷോർട്ട് വീഡിയോ ആണ്. ഇപ്പോൾ ദേ 10ഉം 12ഉം പരീക്ഷ എഴുതിയ മക്കളുടെ റിസൾട്ടൊക്കെ വരാറായി. കുറച്ച് പേര് വന്നു, ICSE ഒക്കെ വന്നു, CBSE വരാനിരിക്കുന്നത്. അപ്പോൾ ആ മക്കളോട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ വീട്ടുകാരേലും ചിന്ത നാട്ടുകാർക്കാണല്ലോ. അപ്പോൾ അവർ വരും നിങ്ങളുടെ അടുത്ത്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇല്ലെങ്കിൽ എത്ര A+ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. അതായത് നമ്മൾ A+ ഇല്ലെങ്കിൽ പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ കൺഗ്രാജുലേഷൻ ഇല്ലെങ്കിൽ നന്നായി മോളെ, നന്നായി മോനെ എന്നല്ല പറയുക. അവർ പറയാം, എൻ്റെ അവിടെയുള്ള ഒരു കുട്ടിക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇതിനേലും കൂടുതലുണ്ട്, എൻ്റെ ചേച്ചിയുടെ മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് അത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇവരുടെയും കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോകണ്ട. ഇത് മക്കളോടാണ് കേട്ടോ, പാരൻസിനുള്ളത് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോകണ്ട. നിങ്ങൾ എഴുതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടി, അത് നിങ്ങൾ എത്ര കിട്ടിയാലും നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കിട്ടിയത്. ഈ പറയുന്ന ആൾക്കാരൊന്നും വന്ന് ചെയ്തു തന്നിട്ടല്ല, ഒരു ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ആ മാർക്കായിട്ട് കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മാർക്കിൻ്റെ കുറവ് ഉള്ളവരാണെങ്കിൽ, മാർക്ക് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, മാർക്ക് വേണം. അഥവാ നമ്മൾ പ്രതീക്ഷയിലും കുറച്ച് കുറഞ്ഞു പോയാലും നമ്മൾ വിഷമിക്കേണ്ട, മുന്നോട്ട് പോവുക. കാരണം അത് ആലോചിച്ച് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. പിന്നെന്താ, പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, പാരൻസിനാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് മക്കളേലും കൂടുതൽ. കാരണം ഇങ്ങനെ ഓരോരുത്തർ പറയാനുണ്ടാവുമ്പോൾ അത് കേട്ട് ദയവ് ചെയ്ത് നമ്മുടെ മക്കളുടെ മേത്ത് ദേഷ്യപ്പെടാനോ ഒന്നിനും പോകരുത് കേട്ടോ. നമ്മൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുന്നോട്ട് തന്നെ പോവുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും വേണ്ടത് മാർക്കല്ല, ദൈവകൃപയിൽ നന്നായിട്ട് വളരാമെന്നാണ്. കാരണം ഇന്ന് ന്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് കഞ്ചാവ്, അങ്ങനത്തെ, പിന്നെ ആക്സിഡൻറ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നല്ല മക്കളായിട്ട് വളരാനായിട്ട് പ്രാർത്ഥിക്കുക. മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാണ്ട് ഈ ആൾക്കാരെയൊക്കെ അതിൻ്റെ സൈഡിൽ നിർത്തുക. അവരവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകണ്ട. ഓക്കെ. അപ്പോൾ റിസൾട്ട് വരാനുള്ള എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.